നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയുർവേദ വൈദ്യൻ പറഞ്ഞു തന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ആണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. അകാല നരയുള്ളവർക്കും മുടി ഒരുപാട് നരച്ചവർക്കും കെമിക്കൽ ഡേ ഒക്കെ സ്ഥിരമായി യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ്. മുടി കൊഴിച്ചിൽ ഇന്ന് ഒരുപാട് പേർക്കുണ്ടാവുന്നുണ്ട്. അതായത് മുടി ഇതുപോലെ വട്ടത്തിൽ കൊഴിഞ്ഞു പോകും. ഇതിന് ആലോപേഷ്യ എന്നാണ് പറയുന്നത്. നമ്മുടെ തലയോട്ടിൽ ഇങ്ങനെ നോക്കിയാൽ അവിടെ ഇവിടെയായിട്ട് വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നത് കാണാം. അതുപോലെയുള്ളവർക്കും ഇതുപോലെ നല്ല രീതിയിൽ മുടി നരച്ചവർക്കും കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി മുഴുവനായിട്ട് നരച്ചു പോയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ ഡേ ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മുറ്റത്തൊക്കെയുള്ള പേരയിലയാണ്. പേരയില കുറച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ചെമ്പരത്തിയുടെ പൂവാണ്. വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചെമ്പരത്തി പൂ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. ഞാനിത് 2 ദിവസം മുൻപ് പറിച്ചു വെച്ചതാണ്. ഇനി ആവശ്യമുള്ളത് ചെമ്പരത്തിയുടെ ഇലയാണ്. അതും ഒരു 5-6 ഇല എടുക്കുക. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെ കുറച്ചധികം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇത്രയും എടുത്തതേ ഉള്ളൂ. ഈ ഇലകളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് പോകാത്ത തളിരില എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കറിവേപ്പിലയുടെ നല്ലപോലെ മൂത്ത തണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതേ രീതിയിൽ ചെറിയ തണ്ടാണെങ്കിൽ തണ്ടോട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളമാണ്. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേറെ കുറച്ച് പേരയില എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഈ ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് പേരയില ഉപയോഗിച്ച് അകാല നര തടയാൻ സാധിക്കുമെന്നുള്ളത്. പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് 30 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നത് നര തടയാനായിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ചെറുതീയിലിട്ട് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചുകൂടിയെടുക്കാം. പേരയിലയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടാനായിട്ടും തേയിലയുടെ ആ ഒരു സ്റ്റെയിനും ഒക്കെ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങാനുമാണ് ഇങ്ങനെ ഒന്ന് ചെറുതീയിലിട്ട് വറ്റിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചുകൂടിയെടുക്കാം. പേരയിലയിലെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് മുടിയിഴകളെ ബലപ്പെടുത്തുകയും കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു വെള്ളം സ്ഥിരമായി നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തതിന് ശേഷം മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ, ഇത് സ്ഥിരമായിട്ട് ചെയ്യണം, ഒരു ദിവസം ചെയ്തുകൊണ്ടായില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിയുടെ കറുപ്പ് നിറമൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ മുൻപ് എടുത്ത് വെച്ചിരുന്ന ആ ഇലകളൊക്കെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി ഇലയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണ്. നമ്മുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഒക്കെ. നമ്മൾ താളിയായിട്ടും അതുപോലെ ചെമ്പരത്തി ഇല അരച്ചൊക്കെ മുടിയിൽ പുരട്ടാറുണ്ട്. മുടിക്ക് നല്ല കണ്ടീഷൻ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുടിയെ നല്ല കണ്ടീഷനാക്കി വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത് ഈ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഒക്കെയാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അകാല നര വരുന്നത് തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ആൻറ്റി ഓക്സിഡൻസ് മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും. കറിവേപ്പിലയിലും ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് എത്രത്തോളം നല്ലതാണോ അതുപോലെ തന്നെയാണ് കറിവേപ്പിലയൊക്കെ നമ്മുടെ മുടിയിലേക്ക് അരച്ച് പുരട്ടുന്നത്. കറിവേപ്പില കൊണ്ടുള്ള എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സഹായിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയാൽ കുട്ടികൾക്കൊന്നും അകാല നിര വരാതിരിക്കാനായിട്ടത് ഫലപ്രദമാണ്. ഈ ഇലകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുൻപ് തിളപ്പിച്ച് വെച്ച പേരയിലയും തേയിലയും ഇട്ടിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഇത് നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ പാക്ക് എന്നുള്ള രീതിയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളം മാത്രമേ മുടിയിലേക്ക് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹെയർ ഡൈ എന്ന രൂപത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ മുടിയിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ഹെയർ ഡൈ തയ്യാറാക്കാം. അതിനായി ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിൽ തുരുമ്പുള്ള പാത്രത്തിൽ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ തുരുമ്പിലെ ഫെറിക് ഓക്സൈഡ് ഡൈയുമായി പ്രവർത്തിച്ച് കൂടുതൽ കടുത്ത നിറം നമ്മുടെ ഈ ഒരു ഹെയർ ഡൈക്ക് കിട്ടാനായിട്ട് സഹായിക്കും. നമ്മളിനി ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്കയിലും ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും അതുപോലെ അകാല നര വരുന്നത് തടയാനും ഒക്കെ വളരെയധികം ഫലപ്രദമാണ്.
ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വീണ്ടും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പേരയില ഇട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മുൻപ് പേരയിലയും കറിവേപ്പിലയും ഒക്കെ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഈ തേയിലവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഒരുപാട് കൂടിപ്പോകരുത്. നമ്മുടെ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി കട്ടകളൊന്നുമില്ലാതെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ മുൻപ് അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു മിക്സ് മാത്രമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും ഒക്കെ ചേർത്ത് ഇതൊരു ഹെയർ ഡൈ എന്ന രീതിയിലാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതൊരു 8 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ ഒരു നെല്ലിക്കപ്പൊടിയിലും ഹെന്ന പൗഡറിലും ഒക്കെയുള്ള ടാനിൻ ഈ ഒരു ഫെറിക് ഓക്സൈഡുമായി ചേർന്ന്, നമ്മുടെ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡുമായി ചേർന്ന് നല്ലതുപോലെ ഹെയർ ഡൈക്ക് ബ്ലാക്ക് കളർ നൽകുന്നു. ഈ കളറാണ് നമ്മുടെ മുടിയിലേക്കും പറ്റിപ്പിടിക്കുന്നത്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ പൗഡറുകളും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ പേരയിലയിലും കറിവേപ്പിലയിലും ചെമ്പരത്തിപ്പൂവിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകാല നര തടയാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ രാത്രിയിലാണിത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ മുടിയിലേക്ക് ആ കളറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ. ഹെയർ ഡൈ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മുൻപ് പറഞ്ഞ രീതിയിൽ എല്ലാ ഇലകളും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്ഥിരമായിട്ട് തന്നെ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ ഏകദേശം 30 മിനിറ്റ് നേരത്തേക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ മുടി വാഷ് ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഈ ഫെറിക് ഓക്സൈഡും ടാനിനും ഒക്കെ പ്രവർത്തിച്ചാണ് ഈ ഒരു ഹെയർ ഡൈക്ക് ഈ ഒരു നിറം വന്നത്. ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിക്ക് ഒട്ടും ദോഷകരമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ തുരുമ്പുള്ള പാത്രങ്ങളിൽ ഇതുപോലെ ഹെയർ ഡൈ മിക്സ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഹെയർ ഡൈ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക എന്നുള്ളതാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഹെയർ ഡൈ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് പോലെ ഇത് പെട്ടെന്ന് തന്നെ നിറം തരുന്ന ഒന്നല്ല. അതുകൊണ്ട് മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മുടിയിലേക്ക് പറ്റിപ്പിടിക്കാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് കളറും കിട്ടുകയില്ല. ഒട്ടും എണ്ണമില്ലാത്ത അല്ലെങ്കിൽ നല്ലപോലെ മുടി വാഷ് ചെയ്തതിന് ശേഷം, ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഹെയർ ഡൈ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല വൈറ്റ് കളറുള്ള മുടിയുള്ളിടത്തൊക്കെ നല്ല തിക്കായി തന്നെ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ കളർ പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നവർക്ക് ഈ ഒരു ഹെയർ ഡൈ ഒരു 3-4 തവണയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ മുടി കറുത്ത് വരികയുള്ളൂ. അല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. കെമിക്കൽ ഡൈ അല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് നല്ല കറുപ്പൊന്നും കിട്ടുകയില്ല. 2-3 തവണ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും വരുത്താത്ത നല്ലൊരു ഹെയർ ഡൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കുക. ഇപ്പോൾ ഞാൻ നരയുള്ള ഭാഗത്ത് ഫുള്ളായി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിയണം. 1 മണിക്കൂറിന് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ജലദോഷം, നീർക്കെട്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് പനിക്കൂർക്ക ഇലയോ തുളസി ഇലയൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ പ്രിപ്പറേഷൻ. ഇതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.